വയനാട് ക്ഷണിച്ചു വരുത്തിയ ദുരന്തം. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ തുരങ്കപാത നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ വയനാട് പോലത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തുരങ്കം ഉണ്ടാക്കാൻ സമ്മതിക്കാമോ? കണ്ണീർ മഴ പെയ്തിറങ്ങിയ വയനാട് കല്ലാടിയിൽ നിന്നുള്ള വാർത്തകൾ കേട്ട് മനസ്സ് വിങ്ങുകയാണ്. കനത്ത മണ്ണിടിച്ചിൽപ്പെട്ട് അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറയേണ്ടി വന്ന പ്രിയപ്പെട്ടവർക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നുപോയ കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരാൻ വാക്കുകൾ തികയില്ല. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ തളർന്നുപോയ ആ മനുഷ്യർക്ക് ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാകട്ടെ. ഈ പ്രതികൂല കാലാവസ്ഥയിലും ദുരന്തമുഖത്ത് വിശ്രമമില്ലാതെ ഓടി നടന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഒപ്പമുള്ള സേനാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രമങ്ങൾ ഒരുപാട് ജീവനുകളെ തിരികെ എത്തിക്കട്ടെ. മണ്ണിനടിയിൽ ഇനിയും ആരും അവശേഷിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും സുരക്ഷിതരായി മടങ്ങി വരാൻ കഴിയട്ടെ. മഴ കനക്കുകയാണ്. എല്ലാവരും അതീവ ജാഗ്രത പാലിക്കുക.